നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമുക്ക് ട്രാൻസ്പൊസിഷൻ ടെക്നിക്കുകളാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സിൻ്റെ അണ്ടറിൽ വരുന്ന ടെക്നിക്കുകളാണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തത്. അടുത്തത് ട്രാൻസ്പൊസിഷൻ ടെക്നിക്സ് ആണ്. സോ ട്രാൻസ്പൊസിഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്, പെർമ്യൂട്ടേഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇവിടെ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്പൊസിഷൻ പെർഫോം ചെയ്യുക. സോ അപ്പം നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ എന്ത് ചെയ്യുക, അതിലുള്ള ക്യാരക്ടേഴ്സ് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പെർമ്യൂട്ടേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവര് ട്രാൻസ്പൊസിഷൻ സൈഫേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ട്രാൻസ്പൊസിഷൻ ടെക്നിക്കാണ്. അപ്പോൾ ഇനി പറയുന്നത് പോലെ തന്നെ അതിലുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് റെയിൽ ഫെൻസ് ട്രാൻസ്പൊസിഷൻ, കോളംനാറും ഉണ്ട്, കോളംനാർ മൾട്ടിപ്പിൾ റൗണ്ട്സ് അല്ലെങ്കിൽ ഡബിൾ കോളംനാർ എന്ന് പറയും, ദെൻ ബുക്ക് സൈഫർ ഓർ റണ്ണിങ് കീ സൈഫർ, വേണം സൈഫർ, അങ്ങനെ ഡിഫറെൻറ്റ് ട്രാൻസ്പൊസിഷൻ സൈഫേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർചേഞ്ച് ദ സിമ്പിൾസ്, അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾസിൽ ആ ഒരു പ്ലെയിൻ ടെക്സ്റ്റിലുള്ള സിമ്പിൾസിനെ ഇന്റർചേഞ്ച് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത്, സപ്പോസ് എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് TEST എന്നുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു, ETST എന്നാക്കി. അല്ലെങ്കിൽ 1 2 3 4 എന്ന് പറയുന്നത് റീഅറേഞ്ച് ചെയ്ത് 2 1 3 4 എന്നുള്ള രീതിയിൽ അയക്കുന്നു. ട്രാൻസ്പൊസിഷൻ സൈഫർ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഇവിടെ ക്ലാസിക്കൽ ട്രാൻസ്പൊസിഷൻ സൈഫേഴ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ലെറ്റേഴ്സിനെ റീഅറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതിന് പകരം നമ്മളുടെ ആക്ച്വൽ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സിന് പകരമായിട്ട് മറ്റൊരു ലെറ്റർ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിൽ ഫസ്റ്റ് സൈഫറായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് റെയിൽ ഫെൻസ് സൈഫർ. അപ്പോൾ റെയിൽ ഫെൻസ് സൈഫർ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രാൻസ്പൊസിഷൻ സൈഫർ ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നത്, ലെറ്റേഴ്സിനെ നമ്മളുടെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു ഡയഗണലായിട്ട് എഴുതുക, ഒരു നമ്പർ ഓഫ് റോസിൽ ഡയഗണലായിട്ട് എഴുതുക. ഇനി ഓരോ റോ ബൈ റോ ആയിട്ട് വായിക്കുക, അല്ലെങ്കിൽ അതിനെ അങ്ങനെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് മീറ്റ് മീ ആഫ്റ്റർ ദ പാർട്ടി എന്ന് പറയുന്നതായിരുന്നു എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ്. സോ ഞാൻ ഇതിൽ മീറ്റ് മീ എം കഴിഞ്ഞിട്ട് ഡയഗണലി എഴുതി, ET മീറ്റ് മീ ആഫ്റ്റർ ദ പാർട്ടി. സോ ഇതാണ് എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ ഇനി ഞാൻ ഇതിനെ അതായത് എൻ്റെ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ ഞാൻ ചേഞ്ച് ചെയ്ത്, ഇനി ഞാൻ ഇതിനെ സൈഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് റോയിൽ വരുന്നത് MEMATRHTGPRY. സോ ഇതാണ് ഞാൻ ആദ്യമായിട്ട് അയക്കുന്നത്. ദെൻ അടുത്ത രണ്ടാമത്തെ റോയിൽ അടുത്തതായിട്ട് അതിൻ്റെ സീക്വൻഷ്യലി ആയിട്ട് അടുത്ത രണ്ടാമത്തെ റോ കൊടുക്കും. അപ്പോൾ ഇവിടെ റെയിൽ ഫെൻസ് സൈഫർ എന്ന് പറയുന്നത് കുറച്ചുകൂടി അറ്റാക്കേഴ്സിന് കുറച്ചുകൂടി എന്ത് ചെയ്യാണ്, ആക്സസ് ചെയ്യാനും ഗസ് ചെയ്യാനും പറ്റുന്ന ഒരു സൈഫർ ടെക്നിക്കാണ്. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലെറ്റസ് മീറ്റ് ടുഡേ എന്ന് പറയുന്നതാണ്. സോ ഞാനത് ഡയഗണലിൽ എഴുതി LE ലെറ്റ് അസ് മീറ്റ് ടുഡേ. ദെൻ ഇതിൻ്റെ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് LTSETOA ദെൻ EUMETDY. ഇതാണ് എൻ്റെ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സൈഫർ ടെക്സ്റ്റ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ അടുത്ത ഒരു ട്രാൻസ്പൊസിഷൻ ടെക്നിക്കിലേക്ക് പോകുന്നു, കോളംനാർ ട്രാൻസ്പൊസിഷൻ. സോ അപ്പം നമ്മൾ റെയിൽ ഫെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പൊസിഷൻ ടെക്നിക്കാണ് കോളംനാർ ട്രാൻസ്പൊസിഷൻ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു റോ ബൈ റോ പാറ്റേണിലേക്ക് ഒരു റെക്റ്റാങ്കുലർ മെട്രിക്സിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ എഴുതുക. അപ്പോൾ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ആ മെട്രിക്സിൻ്റെ സൈസ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു റോ ബൈ റോ പാറ്റേണിലേക്ക് മെട്രിക്സിൻ്റെ സൈസിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു മെട്രിക്സിൻ്റെ സൈസിലേക്ക് എഴുതുന്നു. ദെൻ ഇനി സൈഫർ ടെക്സ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കോളം ബൈ കോളം റീഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റീഡ് ചെയ്യുന്ന, അതായത് കോളം ബൈ കോളം റീഡ് ചെയ്യുന്നതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോളം ഓർഡറിനെ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലെറ്റസ് മീറ്റ് ടുഡേ എന്നുള്ളതാണ്.
അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്രയും നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം ഇതിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 9, 12, 14 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 14 ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാനൊരു എന്ത് യൂസ് ചെയ്യുന്നു, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 7/2 ഇതെല്ലാം കൂടി വരുന്ന രീതിയിൽ ഒരു 7/2 മെട്രിക്സ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്ത ഒരു 3/5 മെട്രിക്സ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം എന്തായിട്ട് കിടക്കും, പ്ലെയിൻ ആയിട്ട് കിടക്കും. സോ ഞാൻ അതിനെ റോ ബൈ റോ ആയിട്ട് എഴുതി ലെറ്റ് us മീറ്റ് ടുഡേ എന്നുള്ളത്. ഇനി ഇതിൽ ഞാൻ റീഡ് ചെയ്യുന്ന സൈഫർ ടെക്സ്റ്റ് റീഡ് ചെയ്യാനായിട്ട് കോളം ബൈ കോളം ആയിട്ടായിരിക്കും വായിക്കുന്നത്. ഒരു പെർമ്യൂട്ടഡ് ഓർഡറിലേക്ക് വായിക്കും. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഇത് LUETAESEOYTMTD. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ ആക്ച്വലി ഇൻ്റർചേഞ്ച് ഒന്നും ചെയ്തില്ല, അതായത് ക്യാരക്ടേഴ്സിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റിയില്ല, ജസ്റ്റ് ഓരോ കോളം ബൈ കോളം ആയിട്ട് വായിച്ചു എന്നേ ഉള്ളൂ. ഇതല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് കോളം ആദ്യം എഴുതിയിട്ട്, അതായത് സൈഫർ ടെക്സ്റ്റ് ആയിട്ട് ആദ്യം ഞാൻ സെക്കൻഡ് കോളം എടുക്കുന്നു, പിന്നെ ഈ ഒരു ഫസ്റ്റ് കോളം, ദെൻ തേർഡ് കോളം എന്നുള്ള രീതിയിൽ എടുക്കാം. സോ അതാണ് നമ്മുടെ കോളംനാർ ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഡബിൾ കോളംനാർ ട്രാൻസ്പോസിഷൻ സൈഫർ അല്ലെങ്കിൽ ഡബിൾ ട്രാൻസ്പോസിഷൻ സൈഫർ എന്നൊക്കെ റെഫർ ചെയ്യുന്നത് ഇതാണ്. സോ ഇതെന്ന് പറയുമ്പോൾ സിംഗിൾ കോളംനാർ ട്രാൻസ്പോസിഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് 2 തവണ യൂസ് ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ് ഈ ഡബിൾ കോളംനാർ ട്രാൻസ്പോസിഷൻ സൈഫർ. അപ്പോൾ ഇതിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സീക്രട്ട് കീ യൂസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ആദ്യത്തെ എൻക്രിപ്ഷനിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് എൻക്രിപ്ഷനിൽ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പോവാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് GX4GX എന്ന് പറയുന്നതാണ് എൻ്റെ ടെക്സ്റ്റ്. ദെൻ ഫസ്റ്റ് കീവേഡായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നിക്ക്, NICK, നിക്ക് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ കീവേഡ് ബോട്ട്. സോ ആദ്യത്തെ കീവേഡ് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്ത് ആദ്യത്തെ കീവേഡിനെ അതുപോലെ എഴുതി NICK, നിക്ക് എന്ന് പറഞ്ഞിട്ട് ആ കീവേഡ് എഴുതി. ദെൻ ഇതിലുള്ള നമ്പേഴ്സ്, അതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ നമ്പർ ആദ്യം വരുന്നതിൻ്റെ ഓർഡറിലാണ് ഞാൻ 1 2 3 4 എന്ന് നമ്പർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ NICK എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഓർഡർ ആദ്യത്തെ നമ്പർ ആരായിരിക്കും, 1 എന്ന് പറയുന്ന ആർക്കായിരിക്കും, C. അതായത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത് C അല്ലേ. സോ ഞാൻ 1 എന്ന് പറയുന്ന സിക്ക് കൊടുത്തു, 2 എന്ന് പറയുന്ന ഐക്ക് കൊടുത്തു, അടുത്ത 3 കെയ്ക്കും എന്നിന് 4ഉം കൊടുത്തു. ഇനി അതിനുശേഷം എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റിന് ഞാൻ ഈ മെട്രിക്സിലേക്ക് എഴുതുവാണ് 4/4. അതായത് ഞാനിവിടെ എൻ്റെ കീവേഡ് എന്ന് പറയുന്നത് ഒരു 4 ക്യാരക്ടേഴ്സ് വരുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ 4 ക്യാരക്ടേഴ്സ് 4 എണ്ണം വീതം വരുന്ന രീതിയിൽ ഞാൻ ബാക്കി അങ്ങോട്ട് എഴുതി. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ ബ്ലാങ്ക് സ്പേസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. സോ GX4GX എന്നുള്ളത് ഞാൻ എഴുതി. ഇനി അടുത്തതായിട്ട് ഇതിനി എങ്ങനെയാണ് ഞാനിത് റീഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സോ റീഡ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫസ്റ്റ് വരുന്നത് ഇതല്ലേ, C ഉൾക്കൊള്ളുന്ന ഈ ഒരു കോളത്തിന് ഞാൻ എങ്ങോട്ടേക്ക് ഇൻ്റർചേഞ്ച് ചെയ്തു, അതിനെ ഞാൻ ആദ്യം കൊണ്ടുവരും. അതായത് എന്നിന് പകരം ഇവിടെ 1 ഈ സിക്ക് കറസ്പോണ്ടിങ് കോളം വരും, അടുത്ത ഐക്ക് മാറ്റമില്ല, 3 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, 4 എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് പോകും. അതായത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ആദ്യം വരും. ഇതാണ് ഞാൻ ആദ്യമേ റീഡ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത് ഈ ഒരു കോളത്തിനെ റീഡ് ചെയ്യും, മൂന്നാമത് ഈ ഒരു കോളത്തിനെ റീഡ് ചെയ്യും, നാലാമത് ഈ ഒരു കോളത്തിനെ റീഡ് ചെയ്യും. സോ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ റീഡ് ചെയ്യുന്നത് ഇതാണ്, നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യം റീഡ് ചെയ്യുന്നത് ഇതാണ്, EOE എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എൻ്റെ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും, EOE ഹൈഫൻ. അപ്പോൾ ബ്ലാങ്ക് ആയതുകൊണ്ട് അവിടെ EOE ഹൈഫൻ. ദെൻ ഇനി നമ്മളുടെ രണ്ടാമത്തെ ഏതാണ്, ഇതാണ്. അപ്പോൾ EFE ഹൈഫൻ, EFE ഹൈഫൻ. ദെൻ മൂന്നാമത്തെ ഏതാണ്, KRK ഹൈഫൻ. നാലാമത് GSGS. സോ ഇതാണ് എനിക്ക് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ്. ഓക്കെ. EOE ഹൈഫൻ, ദെൻ EFE ഹൈഫൻ. അതായത് ആ സി വരുന്ന കോളത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, മറ്റതിനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഷിഫ്റ്റ് ചെയ്തു. സോ ഇതാണ് എനിക്ക് ഫസ്റ്റ് കോളംനാർ ട്രാൻസ്പോസിഷനിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ ഇനി അടുത്ത രണ്ടാമത്തെ കീവേഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ബോട്ട് എന്ന് പറയുന്നതായിരുന്നു കീവേഡ്. സോ ആ ബോട്ട് എന്ന് പറയുന്ന കീവേഡിന് ഞാൻ അതുപോലെ എഴുതി. ഇനി അടുത്ത എന്താ ചെയ്യുന്നത്, ഇനി ഇതിലും എന്താണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ A ആണ് ആദ്യം വരുന്ന 1, B2, ദെൻ O3, T4.
ഇനി അതിനെ എന്ത് ചെയ്യുക, നമുക്ക് വീണ്ടും അവരെ വൺ എന്ന് പറയുന്ന, അതായത് ആദ്യം ഞാൻ റീഡ് ചെയ്യുന്ന ഇതിനെ ആയിരിക്കും EOE ഹൈഫൻ, ദെൻ അടുത്തത് GSGS, ദെൻ EFE ഹൈഫൻ KRK ഹൈഫൻ. സോ ഇതാണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, സോ ഈ രീതിയിൽ. സോ നെക്സ്റ്റ് സൈഫറാണ് ബുക്ക് സൈഫർ അല്ലെങ്കിൽ റണ്ണിങ് കീ സൈഫർ എന്ന് പറയുന്നത്. സോ ബുക്ക് സൈഫറിന് നമ്മൾ റണ്ണിങ് കീ സൈഫർ എന്നും പറയാറുണ്ട്. അതായത് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ആക്ച്വലി വൺ ടൈം പാർട്ട് സൈഫറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ബുക്ക് സൈഫറിൽ അല്ലെങ്കിൽ റണ്ണിങ് കീ സൈഫറിൽ യൂസ് ചെയ്യുന്നത്. സോ വൺ ടൈം പാർട്ട് സൈഫറിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ എടുക്കുന്ന സീക്രട്ട് കീയുടെ അത് ലെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതല്ലേ. സോ അതുപോലെ തന്നെ ഒരു കീ ഒരു തവണ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അതിനുശേഷം അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ ന്യൂമറിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ വൺ ടൈം ഒരു കീനെ ചൂസ് ചെയ്യുക, ഒരു സീക്രട്ട് കീനെ ചൂസ് ചെയ്യുക, അതിനെ ന്യൂമറിക്കൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ അതിന് രണ്ടുപേരുടെ ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഇനി രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ പ്ലെയിൻ ടെക്സ്റ്റിനെയും കീനെയും കൂടെ നമ്പേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരെണ്ണം എടുക്കുക. അതിൻ്റെ നമ്പേഴ്സ് 26നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ആ മോഡുലോ 26 ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ മീറ്റ് ടുമാറോ എന്ന് പറയുന്നതാണ് എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ ഞാൻ കീ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻ എൻക്രിപ്ഷൻ എന്നുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്ന കീ. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് തന്നെ ആയിരിക്കും ഇതിനും വരുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് ഞാൻ ന്യൂമറിക്കൽ വാല്യൂസ് ഞാൻ എഴുതി. മീറ്റ് മീ ടുമോറോ എന്നുള്ളതിന് കറസ്പോണ്ടിങ്, എമ്മിന് കറസ്പോണ്ടിങ് 12, ഇക്ക് 4, അങ്ങനെ. ദെൻ അതുപോലെ തന്നെ എൻ്റെ സീക്രട്ട് കീ എന്ന് പറയുന്നത് ആൻ എൻക്രിപ്ഷൻ എന്നുള്ളതായിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സും ന്യൂമറിക്കൽ വാല്യൂസും ഞാൻ എഴുതി. എക്ക് കറസ്പോണ്ടിങ് O, എന്നിന് 13, അങ്ങനെ. ഇനി എന്താ ചെയ്യുന്ന, ഈ രണ്ട് വാല്യൂസും തമ്മിൽ ആഡ് ചെയ്യുന്നു. 12 + 0 12, 4 + 13 17, അങ്ങനെ. ഓക്കെ, സോ രണ്ടും കൂടി ആഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും ആഡ് ചെയ്തതിന് ശേഷം 12 17 ആക്ച്വലി 17 എന്നുള്ളതാണ്. 4 + 13 17, 8 32 ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ 26നേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ മോഡുലോ 26 ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും 26ൽ നിന്നും ഈ നമ്പേഴ്സ് മൈനസ്, ഇതിൽ നിന്ന് 26 കുറയ്ക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സൈഫർ ടെക്സ്റ്റ് ഈ രീതിയിലായിരിക്കും. MRIGVFKDKZDJ. ഓക്കെ, അതാണ് എനിക്ക് കിട്ടിയ സൈഫർ ടെക്സ്റ്റ്. സോ ബേർണം സൈഫർ എന്ന് പറയുന്നത് നമ്മളുടെ വൺ ടൈം പാർട്ട് സൈഫറിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദെൻ ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ ഇവിടെ ഒരു നമുക്ക് ഒരു ട്രാൻസ്പൊസിഷൻ പെർഫോം ചെയ്യാന്നുള്ളതാണ്. അതായത് നിങ്ങൾ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ് പോയിന്റ്. ഓക്കെ, ദെൻ അതിൽ ഉപയോഗിക്കുന്ന കീ ആണ് NTCBA. സോ ഇതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂസ് എടുത്തു, അവരെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അതിൽ നിന്നും 26നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ 26 മൈനസ് ചെയ്തു. അപ്പോൾ കിട്ടുന്നതായിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് എടുക്കാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവരുടെ ക്യാരക്ടേഴ്സ് ഈ ABC, ഇതിലെ ആദ്യത്തെ ആള് A അല്ലേ ഫസ്റ്റ്, ദെൻ B2, C3, ദെൻ NT, ദെൻ 4, 5, ഈ രീതിയിൽ എനിക്ക് ട്രാൻസ്പൊസിഷൻ പെർഫോം ചെയ്തിട്ടും എടുക്കാവുന്നതാണ്.